പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്ന് രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ യൂട്യൂബിലൂടെ ഇങ്ങനെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിയമസഭാ സമ്മേളനം നടക്കുന്നതായി കണ്ടു. ആ നിയമസഭാ സമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ വൈകാരികമായി പ്രസംഗിക്കുന്നത് കാണാനിടയായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം UDFൻ്റെ സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ആശാ വർക്കർമാരോട് ഇടതുപക്ഷ പിണറായി സർക്കാർ എടുത്ത തെറ്റായ സമീപനത്തെക്കുറിച്ചിട്ട് വാചാലമാകുന്നത് കണ്ടു. അംഗനവാടി വർക്കർമാർ, അവർക്ക് വേണ്ടിയിട്ട് UDF സർക്കാർ ചെയ്ത കാര്യങ്ങൾ, ആശാ വർക്കർമാരോട് ഇടതുപക്ഷ സർക്കാർ വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചപ്പോൾ തങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ അവർക്ക് 3000 രൂപയുടെ ശമ്പളം കൂട്ടിക്കൊടുത്തതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വളരെ വൈകാരികമായി, വളരെ വസ്തുനിഷ്ഠമായി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. സുഹൃത്തുക്കളെ, എനിക്ക് കേരള മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും ഈ UDF സർക്കാർ വരാൻ ചെറിയ തോതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കടുത്ത സ്ത്രീപക്ഷ നിലപാടാണ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരും അതെടുക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് ഈ സർക്കാരിനും മുഖ്യമന്ത്രി വി ഡി സതീശനും എന്തെങ്കിലും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ സതീശൻ തൻ്റെ ചീഫ് സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശ്രീമാൻ ബിശ്വനാഥ് സിൻഹയെ ആ സ്ഥാനത്ത് നിയമിക്കരുത് എന്നാണ്. കടുത്ത സ്ത്രീപക്ഷ നിലപാട് ആണല്ലോ ഈ സർക്കാരും വി ഡി സതീശനും മുന്നോട്ട് വയ്ക്കുന്നത്. ആ കടുത്ത സ്ത്രീപക്ഷ നിലപാടുകൾ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും തങ്ങൾ പിന്തുടരും എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വി ഡി സതീശനും ഈ സർക്കാരിനും കഴിയണമെങ്കിൽ ഒരു നരാധമനായ, നമുക്ക് ഓർമ്മയുണ്ട് 2006 തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം VS അച്യുതാനന്ദൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം കുണ്ടറയിൽ വെച്ചായിരുന്നു. ആ കുണ്ടറയിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് VS അച്യുതാനന്ദൻ സ്ത്രീപീഡനം നടത്തിയ നരാധമന്മാരെ കൈവിലങ്ങ് വെച്ച് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അന്ന് മുതലാണ് ഈ നരാധമൻ എന്ന് പറഞ്ഞ വാക്ക്, ആ വാക്ക് നേരത്തെ ഉണ്ടെങ്കിലും അത് വളരെ ജനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വാക്കായി അത് വികസിച്ചു വന്നത് VSൻ്റെ ആ ഉപയോഗത്തോടു കൂടിയാണ്. നരാധമൻ എന്ന് നമ്മൾ പറയുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ, സ്ത്രീകളെ പീഡിപ്പിച്ച് വലിച്ചെറിയുന്നവരെയാണ് നമ്മൾ നരാധമൻ എന്ന് പറയുക. സുഹൃത്തുക്കളെ, അതുപോലൊരു കടുത്ത നരാധമനാണ് വി ഡി സതീശൻ അടുത്ത മാസം 1-ാം തീയതി മുതൽ തൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ 10-45 ദിവസമായി വി ഡി സതീശൻ തൻ്റെ ചിറകനടിയിൽ വെച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നിരുന്ന A ജയതിലകനെ കുറിച്ച് അയാൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 2-3 വാചകങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ഒരു അധമനായിട്ടുള്ള ഒരു മനുഷ്യൻ ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ഭാര്യയോട് അയാൾ ചെയ്തത്, രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടി അയാൾ നടത്തിയിട്ടുള്ള അഴിമതി, സ്പൈസസ് ബോർഡിൽ റബ്ബർ ബോർഡിലൊക്കെ ഇരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള അഴിമതി, രണ്ടാം ഭാര്യയുടെ മകൾക്ക് ക്രമവിരുദ്ധമായി സ്പൈസസ് ബോർഡിൽ ഉന്നത ജോലി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ അഭിമുഖം അരുണാചൽ പ്രദേശിൽ വെച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ വൈര്യനിര്യാതനത്തിൻ്റെ ഭാഗമായി അയാൾക്കെതിരെ 1 അല്ല 2 അല്ല 8 തവണ അച്ചടക്ക നടപടി എടുത്ത സമീപനം, അയാളുടെ അഴിമതികൾ, സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം, അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം മുതൽ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് 2.5 മാസം മുമ്പ് 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ കൂടെ കൊണ്ടുപോയ ഒരേ ഒരു ഉദ്യോഗസ്ഥൻ, പിണറായി വിജയൻ്റെ ഫണ്ട് ശേഖരണത്തിൽ പോലും പങ്കുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് പോലും സംശയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അതിലൊക്കെ ഉപരിയായി പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ 3-ാം സർക്കാർ വരുന്നത് സ്വപ്നം കണ്ട ഒരു ഉദ്യോഗസ്ഥൻ, ഊണിനും ഉറക്കത്തിലും സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു A ജയതിലക്. ആ A ജയതിലക്
ഈ സർക്കാർ വരുമ്പോൾ മാറി നിൽക്കും എന്നാണ്, അയാളെ മാറ്റി നിർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള വി ഡി സതീശൻ അധികാരത്തിൽ വന്ന് 42 ദിവസം ഈ എ ജെ തിലകൻ്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാളെ ചേർത്ത് നിർത്തി. അയാൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് ജൂൺ 30 കൊടുക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇനി എനിക്ക് പറയാനുള്ളത് ജൂലൈ 1 മുതൽ ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന വിശ്വനാഥ് സിൻഹയെ കുറിച്ചാണ്. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിപ്പോൾ എനിക്ക് ഒന്നുകൂടി വിശദമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു, 5 IAS വനിതകൾ. 5 IAS വനിതകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സാധാരണ വനിതകളെക്കാരും എന്തെങ്കിലും പ്രാധാന്യം അവർക്ക് ഉണ്ടോ എന്നുള്ളതല്ല. പക്ഷേ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ശ്രേണിയാണല്ലോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ആ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഈ വിശ്വനാഥ് സിൻഹയോടൊപ്പം ജോലി ചെയ്യുന്ന 5 IAS വനിതകൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ വിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളെ കുറിച്ചിട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ആ പരാതികളിൽ ചിലതൊന്നും എനിക്ക് പറയാൻ വയ്യ, കാരണം അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരുപക്ഷെ നാളെ നാളെയൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന 5 IAS വനിതകൾ, അതിൽ ഭൂരിപക്ഷ IAS വനിതകളും ഇപ്പോൾ കേരള കേഡറിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. അതിൽ 2 IAS ഉദ്യോഗസ്ഥർ വനിതകൾ, അവർ ട്രെയിനികളായിരുന്ന സമയത്ത് അവർ IASൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മുസൂറിയിൽ, അവിടെ പരാതി കൊടുത്തു. ആ പരാതി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് ആ പരാതി വന്നു. ആ പരാതി വരുന്ന സമയത്ത് അയാൾ പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറി, ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ വകുപ്പ്. എന്തായിരുന്നു പരാതി? ഈ സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള സന്ദേശങ്ങൾ അയാളുടെ ഔദ്യോഗിക വാട്സപ്പ് മെസ്സേജിൽ കൂടി അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ പരാതിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ പരാതി കൊടുത്തു, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു. അതിനെ തുടർന്ന് അയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി സുഹൃത്തുക്കളെ. അന്ന് 2019 അയാൾ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന അയാളെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുള്ള അപ്രധാനമായിട്ടുള്ളൊരു വകുപ്പിലേക്ക് അയാളെ അന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ പരാതിയെ തുടർന്ന് ഉണ്ടായ അച്ചടക്ക നടപടിയായിരുന്നു എന്നുള്ളതിന് എന്താ സംശയം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അത് സംബന്ധിച്ച് അതിൻ്റെ വിവരാവകാശ രേഖ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തുനിഞ്ഞിറങ്ങിയത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പത്തനാപുരത്തെ MLA ആണ്, UDFൻ്റെ MLA ആണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പിന്നെ പിടിച്ചു ചെയ്യാഞ്ഞൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളാണ് പരാതിയുമായി ബന്ധപ്പെട്ട് അന്ന് രംഗത്ത് വന്നത്. അങ്ങനെ 5 IAS വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി. ആ പരാതിയുടെ ഭാഗമായി ഉറപ്പാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായത്. ഞാൻ അതിനുശേഷം കേട്ടൊരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ പറയാം. IASലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ഉന്നത ബന്ധങ്ങളുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, പേര് ഞാൻ പറയുന്നില്ല, അയാൾ പിണറായി സർക്കാരിലും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഒരു വിരുന്നു സൽക്കാരത്തിൽ ഒരു പാർട്ടിയിൽ വെച്ച് ഈ IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോട് ഈ വിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഇയാൾ മോശമായി പെരുമാറി എന്നുള്ള നിലയിൽ അയാൾ വളരെ അസ്വസ്ഥനായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം തൻ്റെ കൂടെയുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ പങ്കെടുക്കുന്ന, അയാളുടെ ഭാര്യ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ വെച്ച് ആ IAS ഉദ്യോഗസ്ഥനും കൂടെ ആ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. ആ പാർട്ടിയിൽ വെച്ച് അയാളുടെ ഭാര്യയോട് മോശമായി പെരുമാറി എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വരെ നേരിടുന്ന ഒരു അധമനാണ്, ഒരു നരാധമനാണ് ഈ വിശ്വനാഥ് സിൻഹ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള ഒരാളെ സ്ത്രീപക്ഷ നിലപാട് മുന്നോട്ട് വെക്കുന്ന, തങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിയമസഭയിൽ അതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഇയാൾക്ക്, ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇതുപോലൊരു നരാധമനെ, 5 IAS വനിതകളുടെ പരാതികൾ ഉണ്ടായിട്ടുള്ള നരാധമനെ അയാൾ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് വെക്കാൻ കഴിയുക സുഹൃത്തുക്കളെ? ഒരുപാട് വേറെ പരാതികളുണ്ട്. ആ പരാതികളൊക്കെ വഴിയെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഒന്നും ഈ പറഞ്ഞ പോലെ തടസ്സപ്പെടില്ല. അതൊക്കെ തടസ്സപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ഈ കോറിഡോറുകളിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളുണ്ട്. അപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള പെരുമാറ്റത്തിന് ഉടമയായിട്ടുള്ള ഇയാളെ
എങ്ങനെയാണ് സതീശന് ചീഫ് സെക്രട്ടറി ആയി കൊണ്ടുനടക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് കൊണ്ടുനടക്കാൻ കഴിയുക? ഇനി അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചീഫ് സെക്രട്ടറിയായി എന്താണ് KR ജ്യോതിലാൽ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്, മലയാളിയാണ്. അയാൾ വരും എന്നാണ് തലേ ദിവസം വരെ, അല്ലെങ്കിൽ തലേന്നിൻ്റെ തലേ ദിവസം വരെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അവസാനത്തെ 2 ദിവസം കൊണ്ടാണ് അത് മുഴുവൻ അട്ടിമറിഞ്ഞ് ഈ വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി ആയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അട്ടിമറിക്ക് പുറകിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒരു സമുന്നതനായിട്ടുള്ള വ്യക്തി, അയാൾ ഈ ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ശുപാർശയിന്മേലാണ് ഈ വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി ആയത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അയാൾക്ക് സതീശന് മേൽ സ്വാധീനമുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അയാളുടെ സ്വാധീനം ബജറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. അയാളുടെ സ്വാധീനം സതീശൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ലത്തൻ കേൾക്കരെ നിയമിക്കുന്നതിന് പുറകിലുണ്ട് എന്ന് ആരോപണമുണ്ട്. അയാളുമായി ബന്ധപ്പെട്ട് സതീശൻ ആരോപണ വിധേയനും കൂടിയാണ്. ഇത്രയും മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തൊരു ക്ലൂ എനിക്ക് തരാൻ പറ്റില്ല. അയാളുടെ ദത്തുപുത്രനാണ് ഈ വിശ്വാസിനെ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് സ്ത്രീകളോട് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ, തെല്ലെങ്കിലും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ബാക്കിയുണ്ടെങ്കിൽ, IAS ഉദ്യോഗസ്ഥകളുടെ പരാതിക്ക് വിധേയനായിട്ടുള്ള ഇയാളെ, അവരുടെ പരാതിയുടെ ഭാഗമായി അച്ചടക്ക നടപടിക്ക് വിധേയനായി എന്ന ആരോപണമുള്ള ഈ വിശ്വനാഥ് സിൻഹയെ അയാളെ ചീഫ് സെക്രട്ടറിയായി താങ്ങി നടക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് ഈ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പൊതുവിലും സ്ത്രീകളുടെ പ്രത്യേകിച്ചുമുള്ള വിശ്വാസം കുറയുന്നതിന് ഇടയാക്കും എന്നാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും സ്ത്രീ പീഡനത്തിനെതിരായിട്ട് ഉള്ള പോരാട്ടങ്ങളിൽ കഴിഞ്ഞ 10-25 വർഷക്കാലമായി ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിലും VS അച്യുതാനന്ദൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.